ഇന്നത്തെ PR അരവിന്ദ് കൂടി എന്നോടൊപ്പം ഉണ്ട്. അരവിന്ദ് ഏത് പോയിന്റിലാണ്, ഏത് പോളിംഗ് ബൂത്തിലാണ് നിൽക്കുന്നത്? നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഒരു 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 സമ്മിശ്രമായ പ്രതികരണം എന്നൊക്കെ പറഞ്ഞ ഒരു മിതമായ പ്രതികരണമേ അവിടെയുമുള്ളോ ആളുകളുടെ ഈ വോട്ടെടുപ്പിനോട്? നിഷാദ്, എന്തായാലും മന്ദഗതിയിൽ തന്നെയാണ് പോളിംഗ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ലോധി എസ്റ്റേറ്റിലുള്ള അടൽ ആദർശ് വിദ്യാലയയിൽ ഉള്ള പോളിംഗ് കേന്ദ്രത്തിലാണ്. ഇവിടെയാണ് വയനാട് MP ആയ പ്രിയങ്ക ഗാന്ധി വോട്ട് ചെയ്യാനെത്തുന്നത്. എന്തായാലും പോളിംഗ് വളരെ രീതിയിൽ മന്ദഗതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ വലിയ നീണ്ട നിരകളൊന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആദ്യം 2 മണിക്കൂറിലെ കണക്കുകൾ വന്നപ്പോഴും അത് വ്യക്തമാണ്. ഏകദേശം 8.10% മാത്രമാണ് പോളിംഗ് ആദ്യ 2 മണിക്കൂറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വരും മണിക്കൂറിൽ ഇത് ഉയരുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പോകുന്നത്. കൂടുതൽ പേരെ ഉച്ചയോടുകൂടി പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കാമെന്നൊരു പ്രതീക്ഷ കൂടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായ ഒരു പോരാട്ടം കഴിഞ്ഞ ദിവസങ്ങളടക്കം ഈ ഡൽഹിയിൽ നടന്നിരുന്നു. വാശിയേറിയ ഒരു ശക്തമായ ഒരു ത്രികോണ മത്സരത്തിൽ തന്നെ ഡൽഹി സാക്ഷ്യം വഹിക്കുന്നുവെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തായാലും പ്രിയങ്ക ഗാന്ധി വരുന്നതിന് മുമ്പായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ അടക്കം വലിയ രീതിയിലുള്ള നീണ്ട നിരകൾ നമുക്ക് കാണുവാൻ സാധിക്കും. രാവിലെ നിർമ്മാൺ വിഹാറിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അവിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അതുപോലെ തന്നെ ന്യൂഡൽഹി മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായ പർവേഷ് ശർമ്മ അടക്കമുള്ളവർ എത്തി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ അടൽ വിദ്യാലയയിലാണ് പ്രിയങ്ക ഗാന്ധി വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നത്. അതേസമയം ഈ വോട്ടെടുപ്പ് ദിവസവും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ആം ആദ്മി പാർട്ടി ഉയർത്തുകയാണ്. പ്രധാനമായും ആം ആദ്മി പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള പോലീസ് വിന്യാസമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രായമായവർക്ക് പോലും ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നൊരു വിമർശനം കൂടി ആം ആദ്മി പാർട്ടി ഉയർത്തുകയാണ്. ഇതുകൂടാതെ ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ 2 MLA-മാർക്കെതിരെ, ഇപ്പോൾ നിലവിലുള്ള MLA-മാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അമാനത്തുള്ള ഖാൻ, അതുപോലെ തന്നെ ഇത്തരത്തിൽ ദിനേശ് മെഹ്വാനിക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ദിനേശ് മെഹ്വാനിക്കെതിരെ കേസെടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു വനിതയോട് മോശം രീതിയിലുള്ള ആംഗ്യം കാണിച്ചു എന്ന് കാട്ടിയാണ്. ഇതുകൂടാതെ തന്നെ അമാനത്തുള്ള ഖാനെ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ BJP സ്ഥാനാർത്ഥിയായ പർവേഷ് വർമ്മ ഈ ബൂത്തിലെത്തി ഇവിടുത്തെ സാഹചര്യങ്ങൾ പരിശോധിച്ചിരുന്നു. പക്ഷേ മന്ദഗതിയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. ആദ്യ 2 മണിക്കൂറിൽ 8% മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ 63% പോളിംഗ് രേഖപ്പെടുത്തിയത്. ഒരുപക്ഷെ 60-നും 65%-നോടും അടുപ്പിച്ച് മാത്രമായിരിക്കും പോളിംഗ് എന്നൊരു വിലയിരുത്തൽ ഇപ്പോഴും നടക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം പ്രിയങ്ക ഗാന്ധി കൂടി ഈ മണ്ഡലത്തിലേക്ക് എത്തും. സോണിയാഗാന്ധിയും ഇന്ന് വോട്ട് രേഖപ്പെടുത്താൻ എത്തുമെന്ന് മനസ്സിലാക്കുന്നു. സോണിയാഗാന്ധിക്ക് വോട്ടുള്ളത് നിർമ്മാൺ വിഹാറിലാണ്. എന്തായാലും പ്രമുഖ നേതാക്കൾ എല്ലാവരും ഇതിനോടൊപ്പം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ജനങ്ങളുടെ പങ്കാളിത്തം കുറഞ്ഞു തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഇന്ന് ഡൽഹിയിൽ ഈ പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവധിയെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് കുറവാണ്. നിശ.